സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. ഹോശേയയുടെ പുസ്തകം 11-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ഞാൻ എഫ്രയീമിനെ നടപ്പാൻ ശീലിപ്പിച്ചു, ഞാൻ അവരെ എൻ്റെ ഭുജങ്ങളിൽ എടുത്തു, എങ്കിലും ഞാൻ അവരെ സൗഖ്യമാക്കി എന്നു അവർ അറിഞ്ഞില്ല. എഫ്രയീം ആരാണ്? ഈ എഫ്രയീം ആരാണ്? ആരുടെ മകനാണ്? യോസേഫിന്റെ മകനാണ്. എത്രാമത്തെ മകനാണ്? മൂത്ത മകനാണോ രണ്ടാമത്തെ മകനാണോ? എത്രാമത്തെ മകനാണ്? രണ്ടാമത്തെ മകൻ. അങ്ങനെയാണെങ്കിൽ ദൈവം എഫ്രയീമിനെയാണ് സ്നേഹിച്ചത്. യാക്കോബ് തന്റെ കൊച്ചുമകനായിരിക്കുന്ന എഫ്രയീമിനെ അനുഗ്രഹിച്ചു. നോക്കുക, ദൈവം നമ്മെ സ്നേഹിക്കുന്നുണ്ട്. എന്തിനാണ്? എന്തിനാണെന്നെ ഇത്രത്തോളം എന്താണ് എന്ന് പാടുക മാത്രമല്ലേ ഉള്ളൂ. നാം എന്താണെന്ന് ചോദിക്കില്ലേ? എന്താണ് പറയുക? ഈ പാട്ട് എല്ലാവരും പാടുന്നതാണ്. എന്തിനോ ദൈവം എന്നെ സ്നേഹിക്കുവാനിടയായി. എന്തുകൊണ്ടാണ്? ഒന്നുമില്ലാത്തത് കൊണ്ട്. എന്തിനാണ്? ഒരു മഹത്വവുമില്ലാതിരുന്ന നമ്മെ ഒരു കാരണവുമില്ലാതെ നമ്മെ സ്നേഹിച്ചു. നോക്കുക, ഈ ലോകത്തിലെ മനുഷ്യരാണെങ്കിൽ എന്തെങ്കിലും കാരണമുണ്ടെങ്കിലേ സ്നേഹിക്കുള്ളൂ. യുവാക്കൾ മറ്റുള്ള യുവതികളുടെ സൗന്ദര്യം കണ്ടുകൊണ്ടാണ്, ഗ്ലാമർ കണ്ടുകൊണ്ടാണ് യൗവന പ്രായത്തിലെ അവരുടെ മോഹങ്ങളെ, ആഗ്രഹങ്ങളെ ലസ്റ്റ്, ലവ് എന്നൊക്കെ പറയും. ഈ ലോകത്തിൽ അനേകം ആളുകൾ പണമുള്ളവരെ സ്നേഹിക്കാറുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും ലാഭം കിട്ടുന്ന വിഷയമാണെങ്കിൽ അവരെ ഇഷ്ടപ്പെടുമെന്നാൽ ഒരു മഹത്വവുമില്ലാതിരുന്നപ്പോഴും ഒരു ശ്രേഷ്ഠതയുമില്ലാതിരുന്ന സമയത്തും ഒന്നുമില്ലാത്തവരെ സ്നേഹിച്ചവനാകുന്നു കർത്താവ്. നമ്മിൽ അനേകം ആളുകളും നമുക്ക് ഒരു ശ്രേഷ്ഠതയും ഇല്ലായിരിക്കുന്നു എന്നുള്ള കാര്യം അറിയാതെ ഇരിക്കുകയാണ് ചെയ്യുന്നത്. ഇന്ത്യയിൽ നോക്കുമ്പോൾ 130 കോടി ജനങ്ങളുടെ മധ്യയിൽ നിന്നെ ദൈവം എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ചോദിച്ചിട്ടുണ്ടോ? നിങ്ങളിങ്ങനെ പറഞ്ഞാൽ പറയില്ലല്ലോ. ഹല്ലേലൂയ പറയാൻ പറഞ്ഞെങ്കിലേ നിങ്ങൾ പറയൂ. എത്ര പേർ ഇക്കൂട്ടത്തിൽ ശ്രദ്ധിക്കുക, എന്നെ യേശുക്രിസ്തു സ്നേഹിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നവർ മാത്രം ഹല്ലേലൂയ പറയുക. എപ്പോൾ മുതലാണ് നിങ്ങളെ യേശുക്രിസ്തു സ്നേഹിക്കുന്നത്? ഇന്നലെ മുതലാണോ? മിനിഞ്ഞാന്ന് മുതലാണോ? എപ്പോഴാണ്? ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപ് തന്നെ എന്നെ കണ്ട ദൈവം എന്നെ ജയ്പാൾ എന്ന പേരിട്ട് വിളിച്ചു. നിന്നെയും അങ്ങനെ കണ്ടിട്ടുണ്ടോ ദൈവം? നിങ്ങളെ ദൈവം എങ്ങനെയാണ് വിളിച്ചത്? ധൈര്യമായിട്ട് പറയുക നിങ്ങളുടെ പേര്. നിങ്ങളെ ദൈവം കുറച്ചേ സ്നേഹിച്ചുള്ളൂ, എന്നെ കൂടുതൽ സ്നേഹിച്ചിരിക്കുന്നു എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? അങ്ങനെയാണോ? ദൈവം എല്ലാവരെയും സ്നേഹിച്ചിരിക്കുന്നു. ചിലരെ പ്രത്യേകമായി സ്നേഹിച്ചിരിക്കുന്നു. നാം അവനെ സ്നേഹിച്ചാൽ അവൻ നമ്മെയും സ്നേഹിക്കുന്നവനാണ്. എല്ലാവരും അവനാൽ സ്നേഹിക്കപ്പെടുന്നുണ്ട്, എന്നാൽ നാം അവന്റെ സ്നേഹത്തെ മനസ്സിലാക്കുന്നില്ല. എഫ്രയീമിനെ ദൈവം ബാലനായിരുന്ന സമയത്ത് തന്നെ കുടുംബത്തിൽ ഇളയവനായിരിക്കുന്നതായ എഫ്രയീമിനെ ദൈവം എന്തുകൊണ്ടോ സ്നേഹിക്കാനിടയായി. എഫ്രയീമിനെ കുറിച്ച് പറയുന്നു, എഫ്രയീം അവനെ കരം പിടിച്ച് നടക്കുവാൻ പഠിപ്പിച്ചത് ഞാനാണ്, അവനെ ആശ്ലേഷിച്ചതും ഞാനാണ്. ചെറുപ്പം മുതലേ അവനെ ഞാൻ സ്നേഹിച്ചു, അവനെ നടക്കാൻ പഠിപ്പിച്ചു. ഇന്ന് യേശുവിൻ്റെ മക്കൾ ആരോടൊപ്പം നടക്കണം? ആരുടെ കരം പിടിച്ച് നടക്കണം? പിശാചിനെ കൈപിടിച്ചുകൊണ്ട് യേശുവിനോടൊപ്പം നടക്കുമോ? അതങ്ങനെ നടക്കും. യേശുക്രിസ്തു എന്താണ് പറഞ്ഞത്? നീ നടക്കേണ്ടുന്നതായ വഴി ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്നാണ് യേശു കർത്താവ് പറഞ്ഞത്. അതുകൊണ്ടാണ് രക്ഷിക്കപ്പെട്ട ആളുകൾ വചനമാകുന്ന പാൽ കുടിക്കണം. വചനമാകുന്ന പാൽ കുടിച്ചുകൊണ്ട് ജീവിക്കുവാൻ ശീലിക്കണം. ഇന്ന് ഒരുപാട് ആളുകൾ ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നുണ്ട് എന്ന് പറയുന്നു. എന്നാൽ എല്ലാവരും ദൈവത്തോടുകൂടെ നടക്കുന്നില്ല.
എന്നോടൊപ്പം നടക്കുന്നു എന്ന് ആളുകൾ പറയുന്നു. എന്നാൽ കുറെ ദൂരം ദൈവത്തോടൊപ്പം നടന്ന് അതിനുശേഷം ദൈവത്തെ വിട്ടു പോവുകയാണ്. എവിടേക്കാണ്? ലോകത്തിലേക്ക്, ലോകത്തിന്റെ മോഹങ്ങളിലേക്ക്. എഫ്രൈമിനെ കുറിച്ച് കർത്താവ് പറയുകയാണ്, ഞാൻ നിന്നെ ഭുജങ്ങളിലെടുത്തു, ഞാൻ നിന്നെ നടപ്പാൻ ശീലിപ്പിച്ചു, ഞാൻ നിന്നെ സൗഖ്യമാക്കി. യേശു എന്നെ സൗഖ്യമാക്കി എന്ന് പറയുന്നവർ മാത്രം ഹല്ലേലൂയ പറയുക. ഒരുപക്ഷെ ഏതെല്ലാം രീതിയിലാണ് ദൈവം വിടുവിച്ചത് എന്ന് ചോദിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. കഷ്ടതയിൽ നിന്ന്, ദുഃഖത്തിൽ നിന്ന്, എത്രയോ രോഗങ്ങളിൽ നിന്ന് ദൈവം നമ്മെ വിടുവിച്ചിരിക്കുന്നു. അത് എണ്ണി തിട്ടപ്പെടുത്തുവാൻ നോക്കിയാൽ അത് എണ്ണുവാൻ കഴിയില്ല. ഇന്ന് നാം ജീവനോടെയായിരിക്കുന്നു, ആരോഗ്യത്തോടെ നാം ആയിരിക്കുന്നു എങ്കിൽ നമ്മിൽ പലർക്കും രോഗം വന്നിട്ട് സൗഖ്യം പ്രാപിക്കുകയാണ് ചെയ്യുന്നത്. ചിലർക്ക് രോഗം വരാതെ തന്നെ ആരോഗ്യവാന്മാരായിരിക്കുന്നു. അതുകൊണ്ട് ദൈവം നമുക്ക് സൗഖ്യം തന്നില്ലെന്നാണോ? ദൈവം നിനക്ക് സൗഖ്യം തന്നുകൊണ്ടേയിരിക്കുന്നത് കൊണ്ടാണ് നിനക്ക് യഥാർത്ഥത്തിൽ രോഗം വരാതിരിക്കുന്നത്. ഇന്ന് യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് എത്രയോ അനുഗ്രഹങ്ങളുണ്ട്. ഞാൻ ശ്രദ്ധിക്കുന്നതായ വിഷയമാണ്, കർത്താവിൽ വിശ്വസിക്കുന്നവരുടെ ഭവനങ്ങളിലേക്ക് അനാവശ്യമായ ശാപങ്ങൾ വരികയില്ല, അനാവശ്യമായ ആകസ്മിക മരണങ്ങൾ ഉണ്ടാകില്ല, ഭയങ്കരമായ രോഗങ്ങൾ ഉണ്ടാവുകയില്ല. ഒരു പക്ഷേ ദൈവത്തിന്റെ പരീക്ഷാ സമയത്ത് ചില വ്യക്തികളെ അവൻ പരിശോധിച്ചേക്കാം. എന്നാൽ ദൈവമക്കളുടെ മേൽ ദുരാത്മാക്കൾക്ക് ഒരു തരത്തിലുള്ള അധികാരവുമില്ല. കർത്താവ് നിന്നെ വിടുവിച്ചിരിക്കുന്നു, സൗഖ്യം തന്നിരിക്കുന്നു, നിന്നെ ബലപ്പെടുത്തിയിരിക്കുന്നു, നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. നീ ദുഃഖത്തിലായിരുന്നപ്പോൾ നിന്നെ ആശ്വസിപ്പിച്ചു, നിന്നെ ബലപ്പെടുത്തി, നിന്നെ ഭുജത്തിലെടുത്തിരിക്കുന്നു. അപ്പോൾ നീ എന്ത് ചെയ്യണം? പറയൂ. ഇനി ഞാനെന്താണ് ചെയ്യേണ്ടത്? എല്ലാം അവൻ തന്നെ ചെയ്തല്ലോ. എന്നാൽ നീ എന്താണ് ചെയ്യേണ്ടത്? ഒന്നാമതായി അവൻ നമ്മെ സ്നേഹിച്ചതുകൊണ്ട് നാമും അവനെ സ്നേഹിക്കേണ്ടതാണ്. അവൻ നമ്മെ ഭുജത്തിലെടുത്തിരിക്കുന്നത് കൊണ്ട് നാം അവനെ സന്തോഷിപ്പിക്കണം. അവൻ നമ്മെ നടക്കാൻ പഠിപ്പിച്ചിരിക്കുമ്പോൾ നാം അവന്റെ കാൽപാതകൾ പിന്തുടരണം. എന്നാൽ ഇന്ന് എത്രയോ ആളുകൾ യേശുവിന്റെ മക്കളാണെന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിച്ച ആളുകൾ ദൈവത്തിന്റെ ഹിതം അനുസരിക്കുന്നവരുണ്ട്, ദൈവത്തിന്റെ അനുഗ്രഹം അനുഗ്രഹിച്ച് ജീവിക്കുന്നുണ്ട്, ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുന്നുണ്ട്. ഈ എഫ്രൈമിനെ കുറിച്ച് ദൈവം ഒരുപാട് വിഷമിക്കുവാനിടയായി. അനുഗ്രഹിക്കുന്നതുവരെയും യേശുവിനോടൊപ്പം തന്നെ നിൽക്കും. അനുഗ്രഹിക്കപ്പെട്ട ശേഷം അനേകർക്കും യേശു ക്രിസ്തുവിനെ ആവശ്യമില്ല. രോഗമുണ്ടായിരിക്കുമ്പോൾ, ബുദ്ധിമുട്ടുണ്ടായിരിക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കുവാൻ വേണ്ടി വരുവാനിടയാകും. എല്ലാം സുഖമായിരിക്കുമ്പോൾ പിന്നെന്തിനാണ് നമുക്ക് ദൈവം? നമുക്ക് രോഗം വരുമ്പോൾ ഡോക്ടറിന്റെ അടുക്കൽ നാം പോകും, രോഗമില്ലാത്തപ്പോൾ എന്തിനാണ് ഡോക്ടറിന്റെ അടുക്കൽ പോകുന്നത് എന്നല്ലേ എന്ന രീതിയിൽ അനേകം ആളുകൾ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വരുന്നില്ല. ദൈവത്തിന്റെ നന്മകളെ അവർ ഓർക്കുന്നില്ല. ഈ എഫ്രൈം ഏതവസ്ഥയിലേക്ക് വീണുപോയി എന്ന് ചോദിച്ചാൽ നമുക്ക് ഹോശയുടെ പുസ്തകത്തിൽ നിന്നും ചില വചനങ്ങൾ വേഗത്തിൽ വായിക്കാം. 5-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ, ഞാൻ എഫ്രൈമിനെ അറിയുന്നു, ഇസ്രായേൽ എനിക്ക് മറഞ്ഞിരിക്കുന്നതുമില്ല. എഫ്രൈമേ, നീ ഇപ്പോൾ പരസംഗം ചെയ്തിരിക്കുന്നു. എഫ്രൈമേ, നീ പരസംഗം ചെയ്യുകയാണ്. എത്രയോ ആളുകൾ ദൈവത്തിന്റെ മക്കളാണെന്ന് പറയുന്നവർ, യേശു എന്നെ അനുഗ്രഹിച്ചു എന്ന് പറയുന്ന ആളുകൾ നിങ്ങളുടെ ഹൃദയത്തെ ശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഞങ്ങളൊന്നും തന്നെ ചെയ്യുന്നില്ല, വ്യഭിചാരക്കുറ്റം ഞങ്ങൾ ചെയ്യുന്നില്ല എന്നൊരുപക്ഷെ നിങ്ങൾ പറഞ്ഞേക്കാം. എന്നാൽ യേശു എന്താണ് പറഞ്ഞത്? നിങ്ങൾ വ്യഭിചാരം ചെയ്യരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ പറയുന്നു, ഒരു സ്ത്രീയെ മോഹത്തോടുകൂടി നോക്കുന്ന വ്യക്തികൾ എല്ലാം തന്നെ തന്റെ ഹൃദയത്തിൽ വ്യഭിചാരം ചെയ്യുകയാണ് എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ആളുകൾ അശ്ലീലമായ ദൃശ്യങ്ങളെയും സിനിമകളെയും കാമമോഹ വിചാരങ്ങൾ ഉൾപ്പെടുന്നതായ കാര്യങ്ങളിൽ പങ്കുകൊള്ളുവാൻ പാടില്ല. എങ്കിലേക്ക് നോക്കുക എന്ന് കർത്താവ് പറയുമ്പോൾ, കർത്താവിന്റെ കൂടെ നടന്ന് കർത്താവിന്റെ അനുഗ്രഹം പ്രാപിച്ച് കർത്താവ് നൽകിയതായ ജ്ഞാനം നേടി നന്മ പ്രാപിച്ചെടുത്തിട്ട് ദൈവം ധനവും സമ്പത്തും കൊടുത്തിരിക്കുമ്പോൾ നല്ല ഐഫോൺ വാങ്ങിച്ച്, ഐപോഡുകൾ വാങ്ങി, നല്ല വാഹനങ്ങൾ വാങ്ങി, നല്ല വസ്തുവകകളെല്ലാം വാങ്ങി വീട് വെച്ച് അനുഗ്രഹിക്കപ്പെട്ടതിന് ശേഷം അവനെ അന്വേഷിക്കുന്നതിന് പകരമായിട്ട് മറ്റെന്തിനെയോ തിരയുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, എഫ്രൈമേ, ഞാൻ നിന്നെ അന്വേഷിക്കുന്നു, ഞാൻ നിന്നെ തിരയുകയാണ്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. ഒരുപക്ഷെ നിന്റെ വീട്ടുകാർക്ക് അറിയില്ലായിരിക്കാം, മാതാപിതാക്കൾക്ക് അറിയില്ലായിരിക്കാം, ആരും കാണാതെയായിരിക്കാം നീ പാപപ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഞാൻ സ്നേഹിക്കുന്നതായ നീ, എന്നാൽ അനുഗ്രഹം പ്രാപിച്ചതായ നീ, നിന്നെക്കുറിച്ച് എനിക്ക് വലിയ ഉദ്ദേശങ്ങൾ ഉണ്ടായിരിക്കുന്ന സമയത്ത് എന്റെ ഇഷ്ടങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട് നിന്റെ ഹിതമനുസരിച്ച് നീ നടക്കുകയാണ് എന്ന്
ദൈവം സങ്കടപ്പെടുകയാണ്. എവിടെ തിരിഞ്ഞാലും ലോകത്തിനനുസൃതമായ ജീവിതമാണ്. എവിടെ തിരിഞ്ഞാലും ജീവിതത്തിൽ ദുഷ്കരമായ കാര്യങ്ങളാണ് നടക്കുന്നത്. എവിടെ നോക്കിയാലും അശുദ്ധിയാണ്, എവിടെ നോക്കിയാലും പാപമാണ്, എവിടെ നോക്കിയാലും ലൗകികതയാണ്. ഇങ്ങനെയുള്ള പ്രപഞ്ചത്തിൽ യേശുവിന് വേണ്ടി ജീവിക്കുവാൻ എനിക്ക് കഴിയുന്നില്ല എന്നുള്ളതായ ദുഃഖം, ആ ദാഹം നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ കർത്താവ് പറയുന്നു, വരിക, എന്നോടൊപ്പം വരിക, എൻ്റെ നുകം ചുമക്കൂ. എനിക്ക് സ്വയം ചെയ്യുവാൻ കഴിയുകയില്ല. ഞാൻ കുഴിയിൽ വീണ് കിടന്നിട്ട് എൻ്റെ മുടി ഞാൻ തന്നെ പിടിച്ച് മുകളിലേക്ക് ഉയർത്തിയാൽ എനിക്ക് ഉയരുവാൻ കഴിയുമോ പറയുക? വീണ്ടും ഞാൻ വീണു പോകുകയുള്ളൂ. മുകളിൽ നിൽക്കുന്ന ആരെങ്കിലും എന്നെ ഉയർത്തേണ്ടത് ആവശ്യമാണ്. ഉയരത്തിൽ നിന്ന് വന്നവൻ കർത്താവായ യേശുക്രിസ്തുവാണ്. നിന്നെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നതിന് വേണ്ടി, നീ വീണു കിടക്കുന്ന കുഴിയിൽ നിന്ന് കരകയറ്റുവാൻ, പഴയ ആദാമിന്റെ സ്വഭാവത്തിൽ നിന്ന് നിന്നെ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയാണ് കർത്താവായ യേശുക്രിസ്തു നിനക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ നിനക്ക് വേണ്ടി ഏൽപ്പിക്കപ്പെട്ടത്. അവന്റെ അടിപ്പിടരുകളാൽ നമുക്ക് സൗഖ്യമുണ്ട്. അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്തിൽ കൂടി നമുക്ക് പാപക്ഷമയുണ്ട്. അവൻ ക്രൂശിൽ ചെയ്ത യാഗത്തിൽ കൂടി നിനക്ക് നിത്യരാജ്യത്തിന്റെ അവകാശവുമുണ്ട്. കർത്താവെ, നീ എന്നെ തിരിക്കുകയാണെങ്കിൽ ഞാൻ തിരിയാം. നീ എന്നോട് പറഞ്ഞാൽ ഞാനത് അനുസരിക്കാം എന്നു നീ പറഞ്ഞ അവനോടൊപ്പം നടത്തുവാനായിട്ട് കർത്താവ് മതിയായവനാണ്. നീ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവനാണെന്ന് മനസ്സിലാക്കിയാൽ, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവനാണെന്ന് മനസ്സിലാക്കിയാൽ, നീ അവനോട് അനുസരണമില്ലാതെ ജീവിച്ചുകൊണ്ട് അവനെ ദുഃഖിപ്പിക്കുന്ന വ്യക്തിയാണെന്ന് നീ മനസ്സിലാക്കിയാൽ, ഈ ദിവസം ഇപ്പോൾ തന്നെ കർത്താവിനോടൊരു വാക്ക് പറയുക. സമർപ്പണത്തോടുകൂടി കർത്താവിനോട് പറയുക, കർത്താവെ, ഞാൻ നിന്നെ അനുസരിക്കാം, നിന്റെ വാക്ക് ഞാൻ കേൾക്കാം. നീ എന്നെ തിരിക്കുകയാണെങ്കിൽ ഞാൻ നിന്നിലേക്ക് തിരിയാം. നീ എന്നെ മാറ്റണമേ എന്ന് നീ ചോദിക്കുകയാണെങ്കിൽ, ഈ പാപത്തിൽ നിന്ന് എനിക്ക് വിടുതൽ പ്രാപിക്കാൻ കഴിയില്ലപ്പാ, ഈ സ്വഭാവം എന്നിൽ നിന്ന് മാറ്റാൻ കഴിയില്ല എന്ന് നീ ഏതൊക്കെ രീതിയിൽ ചിന്തിച്ചാലും ശരി, അവയിൽ നിന്നെല്ലാം നിന്നെ വിടുവിക്കുവാൻ യേശു കർത്താവ് മതിയാകുന്ന ദൈവമാണ്. നമുക്ക് തലകളെ വണക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഈ സമയത്ത് ഒരിക്കൽ കൂടി നീ ഞങ്ങളെ ദർശിക്കണമേ. ഹൃദയത്തിൽ നിന്ന് വരുന്നതായ ഞരക്കങ്ങളെ നീ കേൾക്കുമാറാകണമേ. നിന്നോട് നിലവിളിക്കുന്ന ആളുകളെ നീ ഒന്ന് കാണുമാറാകണമേ. അതേ കർത്താവേ, നിന്റെ നന്മകളെല്ലാം പ്രാപിച്ചിട്ട് ഞങ്ങൾ അഹങ്കാരികളായി മാറിയിരിക്കുന്നു. ഞങ്ങൾ അസത്യം പറയുന്നവരാണ്, ഞങ്ങൾ വഞ്ചന കാട്ടുന്നവരാണ്, ഞങ്ങൾ ലോകത്തിൽ ആശ്രയിക്കുന്നു, നിനക്കെതിരായിട്ട് ഞങ്ങൾ ജീവിക്കുന്നു. നിന്നെ ദുഃഖിപ്പിക്കുവാനിടയായി നിന്നിൽ നിന്ന് അകന്ന് ജീവിക്കുകയാണ്. എങ്കിലും ഞങ്ങളെ കൈവിടാതെ, എങ്കിലും ഞങ്ങളോട് കരുണ കാട്ടി, എങ്കിലും ഞങ്ങളെ സ്നേഹിച്ചുകൊണ്ട് ഞങ്ങളോട് മനസ്സലിവ് കാണിക്കുന്നതായ കർത്താവെ, നിനക്ക് നന്ദി കരറ്റുന്നു. നീ പ്രാർത്ഥനയിൽ കൂടി വന്നിരിക്കുന്നതായ എല്ലാ വ്യക്തികളെയും എഫ്രൈമിനെ സ്നേഹിച്ചതുപോലെ തന്നെ നീ സ്നേഹിക്കണമേ. നിന്റെ സ്നേഹം തിരിച്ചറിയുവാൻ അവർക്ക് കൃപ കൊടുക്കുമാറാകണമേ കർത്താവെ. അയ്യോ എഫ്രൈമേ, ഞാൻ നിന്നെ എത്രമാത്രം സ്നേഹിച്ചിരിക്കുന്നു എന്ന് നീ പറയുമ്പോൾ, ഞങ്ങളുടെ പാപങ്ങൾക്കനുസരിച്ചുള്ള ശിക്ഷ ഞങ്ങളുടെ മേൽ വരാതിരിക്കുവാൻ തക്കവണ്ണം നീ കരുണ കാട്ടിയതിനായിട്ട് നന്ദി കരറ്റുന്നു. ഈ സമയം ഞങ്ങളെ നീ തിരിക്കുകയാണെങ്കിൽ ഞങ്ങളെല്ലാവരും നിന്റെ സന്നിധിയിലേക്ക് തിരിയാമെന്ന് എല്ലാ നാവും ഏറ്റുപറയുകയാണ്. ഞങ്ങളോട് കരുണ കാട്ടണമേ, ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ ഒരു പുതിയ സൃഷ്ടിയായി മാറ്റിയിട്ട് ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന വാഗ്ദത്ത വചനം പോലെ നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വരുവാൻ നീ സഹായിക്കണമേ. യേശുവിൽ വിശ്വസിച്ചു കൊണ്ടിരിക്കുന്ന സമയത്തും നിന്നെ ദുഃഖിപ്പിക്കുന്നവരായി ഞങ്ങൾ മാറാതെ, എന്റെ ദൈവം എന്നെ അനുഗ്രഹിച്ചു, എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന വാസ്തവം മനസ്സിലാക്കിയ സമയത്തും നിന്നെ വിഷമിപ്പിക്കാതെ, എന്നെ സ്നേഹിച്ച യേശു കർത്താവിനെ ഞാനും സ്നേഹിക്കണം, എനിക്ക് വേണ്ടി പ്രാണനെ നൽകിയ കർത്താവിന്റെ നാമമഹത്വത്തിന് വേണ്ടി ഞാൻ നിൽക്കണം എന്നുള്ള തീരുമാനത്തോടെ ഇവിടെ നിന്ന് കടന്നു പോകുവാൻ സഹായിക്കണമേ. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി ഞങ്ങളുടെ ജീവിതത്തിൽ വരേണ്ടതിന് വേണ്ടി, സർവ്വസത്യത്തിലും നടത്തുന്നതിന് വേണ്ടി നിന്റെ കൃപ ഞങ്ങളുടെ ജീവിതത്തിൽ നൽകണമെന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ, 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 യേശുവേ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും.
നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. യേശുവേ 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 യേശുവേ